ഗവർണർമാർ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ 1 മുതൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി വിധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൽപ്പറ്റ എസ്റ്റേറ്റിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഭൂമി സർക്കാർ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ജോലികൾ തുടങ്ങിയത്. അതിനിടെ ഭൂമി ഏറ്റെടുക്കലിൽ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനുള്ള എൽസ്റ്റൺ ഗ്രൂപ്പിന്റെ നീക്കം മുന്നിൽ കണ്ടാണ് നടപടി. ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 64 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾ പിഴുതുമാറ്റുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയത്. അതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധവുമായി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ രംഗത്തെത്തി. തങ്ങൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതെന്നും സർക്കാർ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. നാളെ മുതൽ നിർമ്മാണം തടയുമെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾ ഗവൺമെന്റ് പൈസ അല്ലേ, ഞങ്ങൾ പൈസ എന്നാണ് ഗവൺമെന്റ് ചേച്ചി ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഈ മുതലാളി ഇങ്ങനെയും നക്കാറ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇടങ്ങറ ഗവൺമെന്റ് ചേച്ചി ഞങ്ങൾക്ക് നല്ലോണം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ആ പൈസ ഗവൺമെന്റ് ഞങ്ങൾക്ക് വാങ്ങി തരും, ഞങ്ങൾ കണക്കൂട്ടി തരും. അപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്ത് ശരിക്കും പഠിക്കാൻ പറഞ്ഞാൽ മുതലാളി ഏൽപ്പിച്ച് ശരിക്കും മുതലാളി ഞങ്ങൾക്ക് തരും വിശ്വാസമില്ല. കാരണം മുതലാളി ഞങ്ങൾ അങ്ങനെ വഞ്ചിച്ച ആൾക്കാരാണ്. ഇത് ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലമാണ്, ഇത് വിത്തുമോട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ഞങ്ങൾ ദേശം മുതലാളി ദേശം ഇറച്ചിയിലായതുകൊണ്ട് അത് പൈസ തരായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നത്. അതിനിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനുള്ള എൽസ്റ്റൺ ഗ്രൂപ്പിന്റെ നീക്കം മുന്നിൽ കണ്ടാണ് നടപടി. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാമെന്നും അതിനായി 17 കോടി രൂപ കൂടി കെട്ടിവയ്ക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ എസ്റ്റേറ്റിലെത്തി നോട്ടീസ് പതിച്ച് ഭൂമി ഏറ്റെടുത്തത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.